4 ജനുവരി 2023 ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് നോ നീഡ് ഫോർ എക്സ്ട്രാ കേർബ്സ് ഓൺ ഫ്രീ സ്പീച്ച് ഓഫ് മിനിസ്റ്റേഴ്സ്. സുപ്രീം കോർട്ട് വേർഡിക്റ്റ് ആണ്. എന്താണ് പറയുന്നത്? എക്സ്ട്രാ റെസ്ട്രിക്ഷൻസ് ഫ്രീ സ്പീച്ച് ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഫ്രീ സ്പീച്ചിൽ വേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, പ്രൈം മിനിസ്റ്ററോ ചീഫ് മിനിസ്റ്റർക്കോ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പുറത്തു പോയി ഗവൺമെൻറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ പോളിസീസിനെ കുറിച്ചോ എന്ത് പറയുന്നു എന്നുള്ളതിന് ഒരു ഡിസിപ്ലിനറി കൺട്രോൾ ഉണ്ടാവില്ല. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ചീഫ് മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയിൽ ഈ പറഞ്ഞ പോലെ എല്ലാ കൂട്ടുത്തരവാദിത്വത്തിൽ റെസ്പോൺസിബിൾ ആക്കാൻ ഈ കാര്യത്തിൽ ഫ്രീ സ്പീച്ചിൻ്റെ കാര്യത്തിൽ പറ്റില്ല എന്ന് പറയുന്നു. എ സ്റ്റേറ്റ്മെൻറ്റ് ബൈ മിനിസ്റ്റർ കനോട്ട് ബി അട്രിബ്യൂട്ടഡ് വിക്കാരിയസ്ലി ടു ഗവൺമെൻറ് ബൈ ഇൻവോക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. PM or CM does not have disciplinary control over all members, say bench. അപ്പോൾ എന്താ പറയുന്നത്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലെ ആരെങ്കിലും ഒരാൾ ഗവൺമെൻറ്റിൻ്റെ പോളിസിനെ കുറിച്ചോ മറ്റെന്തിനെയും കുറിച്ച് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട എന്തിനെയും കുറിച്ച് പറയുന്നതിന് ഡിസിപ്ലിനറി ആർക്ക് റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ആര് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പ്രൈം മിനിസ്റ്റർക്കോ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർക്കോ അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരു എക്സ്ട്രാ കർബ് അല്ലെങ്കിൽ എക്സ്ട്രാ റെസ്ട്രിക്ഷൻ ഓൺ ഫ്രീ സ്പീച്ച് ഓഫ് മിനിസ്റ്റേഴ്സ് ആവശ്യമില്ല എന്ന് പറയുന്നു. എ സ്റ്റേറ്റ്മെൻറ്റ് ബൈ എ മിനിസ്റ്റർ ഈവൻ ഇഫ് ട്രേസബിൾ ടു എനി അഫയേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് or for protecting the government cannot be attributed vicariously to the government by invoking the principle of collective responsibility. എന്ന് പറയുന്നു. It is not possible to extend this concept of collective responsibility to any and every statement orally made by a minister outside the house of the people or legislative assembly. ലോക്സഭയിലോ അല്ലെങ്കിൽ അസംബ്ലിയിലൊക്കെ മിനിസ്റ്റേഴ്സ് അതിന് പുറത്ത്, ലോക്സഭേൻ്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അസംബ്ലിൻ്റെയോ പുറത്ത് മിനിസ്റ്റേഴ്സ് പറയുന്ന കാര്യം ഗവൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് അഫയേഴ്സിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നതാണെങ്കിൽ കൂടി എന്താണ് ഇതിൽ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന പ്രിൻസിപ്പിൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദ പ്രൈം മിനിസ്റ്റർ ഓർ ദ ചീഫ് മിനിസ്റ്റർ ഡസ് നോട്ട് ഹാവ് എനി ഡിസിപ്ലിനറി കൺട്രോൾ ഓവർ ദ മെമ്പേഴ്സ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഇതൊരു എന്തുകൊണ്ടായിരിക്കും അത്? കാരണം ഇതൊരു മൾട്ടി പാർട്ടി സിസ്റ്റമാണ്. ചിലപ്പോൾ കൊയിലേഷൻ മന്ത്രിസഭ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളതിൽ ഒരുപാട് പാർട്ടികളുണ്ടാവും. അപ്പോൾ ആ പാർട്ടികളിലൊക്കെ എല്ലാവർക്കും ഇപ്പോൾ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ചിലപ്പോൾ ആ പാർട്ടിയിലുള്ള ആളായിരിക്കില്ല, വേറെ പാർട്ടിയിലുള്ള ആളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മൾട്ടി പാർട്ടി സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഒരു മിനിസ്റ്റർ പറയുന്ന കാര്യങ്ങൾ ചീഫ് മിനിസ്റ്ററോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററോ കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിൽ ഈ ബെഞ്ചിൽ ഒരു സെപ്പറേറ്റ് അഭിപ്രായം BV നാഗരത്ന പറഞ്ഞിരിക്കുന്നത് Minister's statement, if traceable to any affairs of the state or for protecting government, can be attributed vicariously to the government by invoking the principle of collective responsibility, so long as such statement represent the view of the government too. If such statement is not consistent with the view of the government, then it is attributable to the minister personally. അപ്പോൾ ഇതിലൊരു വ്യത്യാസമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് BV നാഗരത്ന എന്ന് പറഞ്ഞ ജഡ്ജ് ഇപ്പോൾ ഇന്നലെ ഒരു വിധി വന്നിരുന്നു, ഡിമോണിറ്റൈസേഷൻ എക്സസൈസ് ലീഗലാണെന്ന് പറഞ്ഞിട്ട്. അതിലും അതിൻ്റെ ലീഗാലിറ്റിയെക്കുറിച്ചും കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയെക്കുറിച്ചും നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അത് പറ്റില്ല അല്ലെങ്കിൽ അത് ഇല്ലീഗലാണ് അല്ലെങ്കിൽ RBI ആയിട്ട് കൺസൾട്ട് ചെയ്യാതെയാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ വിധി വന്നത് BV നാഗരത്നയാണ്. അതുപോലെ തന്നെ ഇന്നും ഡിസെൻഡിങ് ആയിട്ടുള്ള വിധിയാണ് നാഗരത്ന എന്ന ജസ്റ്റിസിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അതായത് ഇങ്ങനൊരു കാര്യത്തിൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്റ്റേഴ്സ് എന്താണോ പറയുന്നത് അത് അവർ അക്കൗണ്ടബിളാണ്, അവർ റെസ്പോൺസിബിളാണ് എന്നാണ് പറയുന്നത്. അവർ എന്തൊക്കെ പറയുന്നു എന്നുള്ളതിനൊരു എക്സ്ട്രാ കർബ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ വേണം എന്ന് പറയും. അടുത്ത ന്യൂസ് ഒരു എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ന്യൂസാണ്. കോൾ ഫോർ പെർമനൻറ്റ് ക്യാൻസലേഷൻ ഓഫ് ബോക്സൈറ്റ് മൈനിങ് ലീസ് ഇൻ ഒഡീഷ. വില്ലേജേഴ്സ് റീച്ച് ഭുവനേശ്വർ ഡേയ്സ് അഹെഡ് ഓഫ് പബ്ലിക് ഹിയറിംഗ് റേസ് വോയിസ് അഗെയിൻസ്റ്റ് ഗ്രാൻഡിങ് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് ടു മാലി പർവത് ബോക്സൈറ്റ് മൈനിങ് ലീസ്. ഇപ്പോൾ ബോക്സൈറ്റ് മൈനിങ് ലീസുമായിട്ട് ഒഡീഷയിൽ ബോക്സൈറ്റ് മൈനിങ് ലീസസ് ഒഴിവാക്കണമെന്ന് പറയുന്ന ഒരു ന്യൂസാണ്. എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് കൊടുക്കരുത് എന്നാണ് പറയുന്നത്. എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് എന്ന് പറയുന്നത് പൊതുവേ ഇങ്ങനെയുള്ള മൈനിങ് അതുപോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എൻവയോൺമെൻറ്റിന് ഇമ്പാക്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലിയറൻസ് കൊടുത്താൽ മാത്രമേ ഇത് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ്. ഒഡീഷയിൽ മൈനിങ് ലീസ് കൊടുക്കരുത് എന്നാണ് പറയുന്നത്. ദ 3 days head of Odisha State Pollution Control Board is scheduled to hold a fresh public hearing regarding the granting of environmental clearance to Mali Parvat bauxite mining lease in Koratput district. Villagers have reached Bhubaneswar demanding permanent cancellation of the lease. അപ്പോൾ ഈ പറഞ്ഞ ലീസ് പെർമനൻ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യണം എന്നാണ് പറയുന്നത്. എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് കൊടുക്കരുത് എന്നാണ് പറയുന്നത്. ഇന്നത്തെ എഡിറ്റോറിയൽ നോക്കാം. ഓവർലി ഡിഫറൻഷ്യൽ വൈൽ അപ്ഹോൾഡിംഗ് ഡെമോണിറ്റൈസേഷൻ SC ഫെയിൽ ടു ഹോൾഡ് ഗവൺമെൻറ് അക്കൗണ്ടബിൾ.
അപ്പോൾ ഇതെന്തുമായി ബന്ധപ്പെട്ട എഡിറ്റോറിയലാണ്? ഡിമോണിറ്റൈസേഷൻ എക്സസൈസ് വാലിഡ് ആണോ അല്ലയോ എന്ന് പറഞ്ഞ് ഒരു വിധി വന്നിട്ടുണ്ട്. വാലിഡ് ആണെന്നും കോൺസ്റ്റിറ്റ്യൂഷണലി യാതൊരു കുഴപ്പമില്ലാത്തൊരു എക്സസൈസ് ആയിരുന്നു എന്നും അതിന് പ്രത്യേകിച്ച് ഗവൺമെൻറ്റിനെ അക്കൗണ്ടബിൾ ആക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ സുപ്രീം കോടതി വിധി വന്നത്. അതുമായി ബന്ധപ്പെട്ട അനാലിസിസാണ് ഇന്ന് ഓവർലി ഡെഫറൻഷ്യൽ എന്ന തലക്കെട്ടോടുകൂടിയുള്ള എഡിറ്റോറിയൽ പറയുന്നത്. It is oft repeated judicial view that the courts must defer to the elected government's judgment in matters of economic and social policy. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എക്കോണമിക് ആൻഡ് സോഷ്യൽ പോളിസി, ഇതിപ്പോൾ ഒരു ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നൊരു സ്ട്രക്ചറൽ ചേഞ്ചാണ്, ഒരു എക്കോണമിക് പോളിസിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പോളിസികളിൽ പൊതുവിൽ നമ്മൾ പറയുന്നത് എന്താണ്? സുപ്രീം കോടതി ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഈ പറഞ്ഞ പാർലമെൻറ്റിൻ്റെ സ്ട്രെങ്ത്ത്, പാർലമെൻ്റ് എന്ന് പറയുന്ന ലെജിസ്ലേറ്റീവ് ബോഡി അതിൻ്റെ ഫങ്ഷൻ നിർവഹിക്കുമ്പോൾ പൊതുവേ എന്താണ് ചെയ്യുക? സുപ്രീം കോടതി അങ്ങനെയുള്ള പോളിസി മാറ്റേഴ്സിൽ ഇടപെടില്ല. ഇങ്ങനൊരു പോളിസി മാറ്ററാണ് നോട്ട് നിരോധനം അഥവാ ഡിമോണിറ്റൈസേഷൻ എക്സൈസ് എന്ന് പറയുന്നത്. ദർ ഇൻ്റർവെൻഷൻസ് ആർ യൂഷ്വലി ലിമിറ്റഡ് ടു ഇൻസ്റ്റൻസസ് ഫോർ ദ എക്സിക്യൂട്ടീവ് ഡിസിഷൻസ് ആർ പാൽപ്പബിളി ആർബിട്രറി ഓർ പേറ്റൻ്റ്ലി ഇല്ലീഗൽ. അപ്പോൾ ഇല്ലീഗലായിരിക്കുന്ന കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ ഒരു ജനറൽ പബ്ലിക്കിന് തീരെ എന്താ പറയുക ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് മാത്രമേ എന്തുള്ളൂ സുപ്രീം കോടതി ഇടപെടുള്ളൂ. ഇൻ ദിസ് ബാക്ക്ഡ്രോപ്പ് ഇറ്റ് ഈസ് നോ സർപ്രൈസ് ദാറ്റ് the 4 of the 5 judges on the Constitution bench of the Supreme Court deferred to the government's wisdom in dramatically announcing the move on November 8, 2016 to demonetize all 500 and 1000 notes that were in circulation. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് എന്ത് ഈ പറയുന്ന 500,000 രൂപ പിൻവലിച്ചത് കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണെന്ന് പറയുന്നത്. കാരണം എന്താ, ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസിയാണ്, ഒരു എന്താ പറയുക എക്കണോമിക് പോളിസിയാണ്. അതിന് പാർലമെൻ്ററി റൈറ്റ് ഉണ്ട് അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ, അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ കൊണ്ടുവരാൻ. അപ്പോൾ ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് ഇങ്ങനെ എക്കണോമിക് പോളിസിയൊക്കെ ആയതുകൊണ്ട് തന്നെ എന്തിൽ സുപ്രീം കോടതി മനഃപൂർവ്വം ഇടപെടുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻ്റർഫിയർ ചെയ്യേണ്ട എന്ന രീതിയിൽ ഇടപെടുന്നില്ല. അതുകൊണ്ട് തന്നെ ആർബിട്രറി ആണോ അല്ലയോ എന്നത് പരിശോധിച്ചില്ല എന്ന് വേണം പറയാൻ. ദ സ്കോപ്പ് ഓഫ് ജുഡീഷ്യൽ ഇൻ്റർവെൻഷൻ വാസ് ഓൺലി ടു എക്സാമിൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, ബട്ട് ദ മെജോറിറ്റി ഹാസ് ഗിവൺ ഇറ്റ്സ് അൺക്രിട്ടിക്കൽ എൻഡോഴ്സ്മെൻറ്റ് ടു ദ പ്രോസസ് ടേമിങ് ഇറ്റ് ടു ബി ഫ്രീ ഓഫ് ഫ്ലോസ്. അപ്പോൾ തെറ്റുകളില്ലാത്തൊരു പ്രോസസ്സാണെന്നും അതിൻ്റെ ഇൻറ്റൻഷൻസ് ശരിയാണെന്നുമാണ് സുപ്രീം കോടതി പറയുന്നത്. അപ്പോൾ എന്താണ് അപ്പം അപ്ഹോൾഡ് ചെയ്തിരിക്കുന്നത് സുപ്രീം കോടതി? ഇറ്റ് ഹാസ് അപ്ഹെൽഡ് ദ ഗവൺമെൻറ്റ്സ് പവർ ടു ഡിമോണിറ്റൈസ് നോട്ട്സ് വിത്തൗട്ട് ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് ആൻഡ് ആക്സെപ്റ്റഡ് ദ ക്ലെയിം ദാറ്റ് ദർ വാസ് ആഡിക്വേറ്റ് കൺസൾട്ടേഷൻ ബിറ്റ്വീൻ ദ യൂണിയൻ ഗവൺമെൻറ് ആൻഡ് ദി RBI. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഗവൺമെൻറ്റിന് ഒരു തരത്തിലും റെസ്ട്രിക്ഷൻ ഇല്ല അങ്ങനെ ഒരു കാര്യം കൊണ്ടുവരുന്നുണ്ട്. അതായത് ഡിമോണിറ്റൈസേഷൻ എക്സൈസ് ഡിമോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടി 500,000 രൂപ എടുത്ത് കളയുന്ന ഡിസിഷൻ എടുക്കുന്നതിൽ ഗവൺമെൻറ്റിന് യാതൊരു തരം റെസ്ട്രിക്ഷനും ഇല്ല. അതുമാത്രമല്ല, യൂണിയൻ ഗവൺമെൻറ് RBI ആയിട്ട് കൺസൾട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് കൺസൾട്ട് ചെയ്തില്ല എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനൊരു വലിയ എക്കോണമിക് ആയിട്ടുള്ള ഒരു പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് കൺസൾട്ട് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല. 24 മണിക്കൂറിനിടയിലാണ് ഇങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്തത് എന്നാണ് പറയുന്നത്. പക്ഷേ യൂണിയൻ ഗവൺമെൻറ് ഇപ്പോൾ ക്ലാരിഫൈ ചെയ്തിരിക്കുകയാണ്, 6 മാസം മുമ്പ് തന്നെ RBI ആയിട്ട് കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. While there are observations that they recognize the possibility of hardship that the demonetization may have ultimately been a failure, there are limited by context to say neither individual suffering nor errors of judgment can be cited to invalidate the action. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ ഓപ്പോസ് ചെയ്യേണ്ടത്? ഇൻവാലിഡ് ആണെന്ന് പറയേണ്ടത്, അല്ലെങ്കിൽ ഇത് ഇല്ലീഗൽ ആണെന്നോ ഇൻവാലിഡ് ആണെന്നോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണലി കറക്റ്റ് അല്ല എന്ന് പറയേണ്ടത്? ആൾക്കാരുടെ ഹാർഡ്ഷിപ്പ്, ഉദ്ദേശിക്കുന്നതിൻ്റെ ഔട്ട്കം, ഇത് രണ്ടും സുപ്രീം കോടതി കൺസിഡർ ചെയ്തില്ല. അപ്പോൾ ഹാർഡ്ഷിപ്പ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സഫറിംഗ് ആണ്. ഇപ്പോൾ ഇങ്ങനൊരു നോട്ട് നിരോധനം പെട്ടെന്നൊരു ദിവസം വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതലുള്ള ഒരു ജനറൽ പബ്ലിക് എത്രമാത്രം ബുദ്ധിമുട്ടി എന്നുള്ളതാണ് ഹാർഡ്ഷിപ്പ് എന്ന് പറയുന്നത്, ഇൻഡിവിജ്വൽ ഹാർഡ്ഷിപ്പ്. അത് കണക്കാക്കിയില്ല. മാത്രമല്ല ഔട്ട്കം, ഇതിനെക്കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായിരുന്നു എന്നുള്ള ഔട്ട്കമ്മും എന്താണ് കണക്കാക്കിയില്ല. എന്താണ് കണക്കാക്കിയിരുന്നത്? അതിൻ്റെ ഇൻറ്റൻഷൻ, ബ്ലാക്ക് മണി ഹോർഡിങ് അല്ലെങ്കിൽ ടെററിസ്റ്റ് ഫണ്ടിങ് ഒക്കെ നിർത്താൻ വേണ്ടിയാണ് ഈ പറയുന്ന ഡിമോണിറ്റൈസേഷൻ എക്സസൈസ് നടത്തിയത് എന്ന ഇൻറ്റൻഷൻ, ഉദ്ദേശശുദ്ധി നല്ലതായതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണെന്നാണ് അപ്പീൽ ചെയ്തിരിക്കുന്നത്. There was a legitimate purpose, unearthing fake currency and hoarded wealth and combating terror funding. There was a nexus between the action of the objectives. Court did not have the expertise to suggest as a less intrusive way of achieving these objectives. അപ്പോൾ എന്താണ് ഇതിൽ പറഞ്ഞത്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എന്തിൻ്റെ നെക്സസ് ആണ്? നെക്സസ് എന്ന് പറഞ്ഞ ബന്ധം എന്തിൻ്റെ നെക്സസ് ആണ്? ഉദ്ദേശിക്കുന്ന കാര്യം നല്ലതാണ്. അതുപോലെ തന്നെ അതുകൊണ്ടാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ലെജിറ്റിമേറ്റ് ആണ്, അതുപോലെ തന്നെ എന്താണ് ലോജിക്കലാണ്. അതുകൊണ്ട് തന്നെ അത് കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണ്. ഹവർ ഇറ്റ് ഡസ് നോട്ട് പ്രോപ്പർലി അഡ്രസ് ദ ക്വസ്റ്റ്യൻ ഓൺ വെദർ ദ അഡ്വേഴ്സ് കോൺസിക്വൻസസ് കുഡ് ഹാവ് ബീൻ ലിമിറ്റഡ്. അപ്പോൾ ഇതിൻ്റെ അഡ്വേഴ്സ് കോൺസിക്വൻസസിനെ കുറിച്ച് സുപ്രീം കോടതി എവിടെയും ഡിസ്കസ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ്
So unfortunate that the court had nothing critical to say about the government failing to anticipate the ruinous effect of extinguishing the value of 86% of available currency ആൻഡ് ഇമ്മൻസ് മിസറീസ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു പരാമർശം പോലും ഗവൺമെൻറ് നടത്തിയില്ല. അതായത് ഇൻഡിവിജ്വൽ മിസറീസ് ഉണ്ട്, അതുപോലെ തന്നെ ഹെക്റ്റിക് ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സുപ്രീം കോടതി പറഞ്ഞില്ല. ഈ വിധി തന്നെ ബി വി നാഗരത്ന എന്ന് പറയുന്ന ജഡ്ജ് ഇതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഫ്ലോഡ് ആയിരുന്നെന്നും ആർ ബി ഐൻ്റെ അപ്രോച്ച് ചെയ്യാതെ കാര്യങ്ങൾ ചെയ്തു എന്നും ഒക്കെയാണ് ബി വി നാഗരത്നാസ് കമൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ 4:1 ആ മെജോറിറ്റി വിധി എന്ന് പറയുന്നത് 4 പേര് അനുകൂലിക്കുകയും ഒരാൾ മാത്രം ബി വി നാഗരത്ന എന്ന് പറഞ്ഞ ജഡ്ജ് മാത്രം പ്രതികൂലിക്കുകയും ചെയ്ത ഒരു വിധിയാണിത്. ഇൻ എ ലാർജർ സെൻസ് ഓഫ് കോഴ്സ് എ ജുഡീഷ്യൽ റാപ്പ് ഓൺ പോളിസി ക്വസ്റ്റ്യൻസ് മാറ്റേഴ്സ് ലിറ്റിൽ ബട്ട് ഇറ്റ് മൈറ്റ് ഗിവ് ഗവൺമെൻറ്റ്സ് കോസ് ഫോർ പോസ് ബിഫോർ ഇംപ്ലിമെൻറ്റ് ഡിസിഷൻസ് വിത്ത് ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് ഫോർ ദ പീപ്പിൾ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു പോളിസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സുപ്രീം കോടതിൻ്റെ ഇടപെടൽ കുറവായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആർബിട്രറി ആണെന്ന് തോന്നിയാൽ ചില കാര്യങ്ങൾക്ക് ഒരു എക്സ്റ്റെൻറ്റ് വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഡിമോണിറ്റൈസേഷൻ തന്നെ പറയാം. അപ്പോൾ അതിൻ്റെ ഹാർഡ്ഷിപ്പ്, അതിൻ്റെ ബുദ്ധിമുട്ട്, അതിൻ്റെ ഔട്ട്കം, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഗവൺമെൻറ്റിൻ്റെ പോളിസി ആയതുകൊണ്ട് മാത്രം അതിനെ ക്രിട്ടിസൈസ് ചെയ്യാതെ മാറി നിന്ന് കഴിഞ്ഞാൽ ഇനിയും ഒരു ഇംപ്ലിമെൻറ്റേഷൻ വരുമ്പോൾ എന്തു പറ്റും? ഇതുപോലെ ആർബിട്രറി ആയിട്ടുള്ള ഡിസിഷൻസ് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി പോളിസി മാറ്റേഴ്സിലാണെങ്കിലും അത് കൃത്യമായിട്ടല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇടപെടുകയാണ് വേണ്ടത്. കാരണം മുമ്പോട്ടുള്ള ഇംപ്ലിമെൻറ്റേഷനെയും അത് ബാധിക്കും. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് കോവിഡ് റിലേറ്റഡ് ന്യൂസാണ്. ചൈന വാൺസ് ഓഫ് മെഷേഴ്സ് അഗെയിൻസ്റ്റ് അൺആക്സെപ്റ്റബിൾ ട്രാവൽ റെസ്ട്രിക്ഷൻസ്. ചൈനയിൽ നിന്ന് യാത്ര തിരിക്കുന്ന ആൾക്കാരുടെ ചൈനീസ് സിറ്റിസൺസിൻ്റെ ട്രാവൽ റെസ്ട്രിക്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് കോവിഡ് കേസസ് കൂടിയത് കാരണം അവർക്ക് പ്രീ ഡിപ്പാർച്ചർ PCR ടെസ്റ്റ് ഒക്കെ ചെയ്യേണ്ട നിർബന്ധമായിട്ടുണ്ട്. അപ്പോൾ ചൈന പറയുന്നത് ഇത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള മാനിപ്പുലേഷൻ ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. നമ്പർ ഓഫ് കൺട്രീസ് ഹവ് ഇമ്പോസ്ഡ് സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓൺ ട്രാവലേഴ്സ് ഫ്രം ചൈന സച്ച് ആസ് പ്രീ ഡിപ്പാർച്ചർ PCR ടെസ്റ്റ്. Beijing says entry restrictions should not be used for political manipulation and does not believe they are science based. അപ്പോൾ ഇതൊരു സയൻസ് ബേസ്ഡ്, ലോജിക്കൽ അല്ല എന്നും അതുപോലെ തന്നെ സയൻസ് ബേസ്ഡ് അല്ല എന്നുമാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഡെസിഷൻസ്. അതുകൊണ്ട് എൻട്രി പെർമിറ്റ്സ് കൊടുക്കണമെന്നാണ് പറയുന്നത്. ചൈനീസ് ഗവൺമെൻറ് സെഡ് ഓൺ ട്യൂസ്ഡേ ഇറ്റ് വുഡ് ടേക്ക് കറസ്പോണ്ടിങ് മെഷേഴ്സ് ബേസ്ഡ് ഓൺ റെസിപ്രോസിറ്റി ആസ് ഇറ്റ് സ്ലാംഡ് ദാറ്റ് വാട്ട് ഇറ്റ് കോൾഡ് അൺആക്സെപ്റ്റബിൾ ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് റീസെൻ്റ്ലി ബൈ മെനി കൺട്രീസ് ഓൺ ട്രാവലേഴ്സ് ഫ്രം ചൈന. ചൈനയിൽ നിന്ന് ട്രാവൽ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് എന്താണ് ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, എൻട്രി റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ തക്കതായ മറുപടി നൽകും ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടായാൽ എന്നാണ് പറയുന്നത്. ഫോളോയിങ് ദ സർജ് ഇൻ COVID-19 കേസസ് ഇൻ ചൈന ഇൻ ദ വെയ്ക്ക് ഓഫ് ഫേസിംഗ് ഔട്ട് ഓഫ് സീറോ കോവിഡ് മെഷേഴ്സ് ഓൺ December 7 എ നമ്പർ ഓഫ് കൺട്രീസ് ഹവ് ഇമ്പോസ്ഡ് സ്പെഷ്യൽ ട്രാവൽ റിക്വയർമെൻറ്റ്സ് ഓൺ ട്രാവലേഴ്സ് ഫ്രം ദ കൺട്രി. അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇത്രയധികം കേസസ് ഉണ്ടാകുന്ന സമയത്ത് രണ്ടാമതും ഒരു ഗ്ലോബൽ വേവ് ഉണ്ടാവാതിരിക്കാൻ ചിലപ്പോൾ രാജ്യങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തതായിരിക്കാം. എന്തായാലും ചൈന ഇതിനെ അക്യൂസ് ചെയ്യുന്നത് എന്താ, സയൻസ് ബേസ്ഡ് അല്ലാണെന്നാണ് പറയുന്നത്. സയൻറ്റിഫിക് ആയിട്ടുള്ള വാല്യൂ ഇല്ലാത്ത രീതിയിലുള്ള റെസ്ട്രിക്ഷൻസാണ് ചൈനീസ് ട്രാവലേഴ്സിനെ എൻ്റെ മുകളിൽ ഇമ്പോസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. എക്കോണമിയുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂസാണ്. ഇന്ത്യ സെറ്റ് ടു $17 billion കട്ട് ഇൻ ഫുഡ് ഫെർട്ടിലൈസർ സബ്സിഡി സ്പെൻഡ്. അപ്പോൾ ഇന്ത്യ ഒരു വലിയ തീരുമാനം എടുക്കുകയാണ്. സബ്സിഡിയിൽ അതുപോലെ തന്നെ ഫുഡ് ഫെർട്ടിലൈസർ സബ്സിഡി എന്ന കാറ്റഗറിയിൽ നിന്ന് 17 ബില്യണോളം അതിൻ്റെ ബഡ്ജറ്റ്, ഈ സബ്സിഡീൻ്റെ ബഡ്ജറ്റ് ചുരുക്കാൻ വേണ്ടി പോവുകയാണ്. ദ 26% റിഡക്ഷൻ ഇൻ സബ്സിഡി സ്പെൻഡിങ് ഇസ് എയിംഡ് അറ്റ് റീനിങ് ഇൻ ഫിസിക്കൽ ഡെഫിസിറ്റ്. ടു ഗവൺമെൻറ് ഒഫീഷ്യൽസ് സേസ് ലാർജ് പാർട്ട് ഓഫ് സേവിങ്സ് എക്സ്പെക്റ്റഡ് ഫ്രം ദ എൻഡ് ഓഫ് എ കോവിഡ് എറ ഫ്രീ ഫുഡ് സ്കീം. അപ്പോൾ ഈ പറഞ്ഞ സബ്സിഡീസിൻ്റെ വാല്യൂ കുറക്കുകയാണ്. ഇന്ത്യ aims to cut spending on food and fertilizer subsidy to 3.7 trillion in the fiscal year from April, a 26% cut from this year to 26% ഈ പറഞ്ഞ സബ്സിഡി റിഡക്ഷനാണ് പറയുന്നത്. ഫുഡ് ആൻഡ് ഫെർട്ടിലൈസർ സബ്സിഡി അലോൺ അക്കൗണ്ട് ഫോർ അബൌട്ട് 1/8 ഓഫ് ദി ഇന്ത്യസ് ടോട്ടൽ ബഡ്ജറ്റ് സ്പെൻഡിങ് ഓഫ് 39.45 trillion ദിസ് ഫിസിക്കൽ ഇയർ. ഇത് പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആയിരിക്കും, പക്ഷേ ഇമ്പോർട്ടൻറ്റ് മൂവാണ്. ഫുഡ് ആൻഡ് ഫെർട്ടിലൈസർ സബ്സിഡി തന്നെ എത്രയാണ്, 1/8 ഓഫ് ദ ബഡ്ജറ്റ് സ്പെൻഡിങ് ആണെന്നാണ് പറയുന്നത്. ഇത് ഓർത്ത് വെക്കണേ. ഇന്ത്യ ക്ലെയിംസ് എ ത്രില്ലർ റൈഡിങ് ഓൺ മാവീസ് ഡ്രീംസ് ഡെബ്യൂ ആഫ്റ്റർ ഹൂഡ എക്സർ ഷോ. അപ്പോൾ 3 മാച്ച് T20 ശ്രീലങ്കയായിട്ടുള്ള 2020 സീരീസിൽ ഇന്ത്യ ആദ്യത്തെ കളി ജയിച്ചിരിക്കുകയാണ്. ഇതാണ് സ്പോർട്സ് എന്ന ന്യൂസ്.
താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദ വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ ബൈ. എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം കുറച്ചുകൂടി ഡെപ്തിൽ അനലൈസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ അധികം വലിച്ചു നീട്ടലില്ലാതെ നമുക്ക് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. യൂസ്ഫുൾ ആണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം.